കേരള പോലീസ് കാണിച്ച ഒരു നാറിയ പരിപാടി നിങ്ങളുടെ അടുത്തേക്കൊന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഈ ലൈവിൽ വന്നിരിക്കുന്നത്. സമൂഹത്തോട് സംവദിക്കാൻ കഴിഞ്ഞ 15 വർഷമായി ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എൻ്റെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് പേജ്. നമസ്കാരം. അഖിൽ മാരാരുടെ ഫേസ്ബുക്ക് പേജ് കേരള പോലീസ് പൂട്ടിയത്രേ. ഇന്ത്യയിൽ നിന്ന് അഖിൽ മാരാരുടെ ഫേസ്ബുക്ക് പേജ് നമുക്ക് കാണാൻ സാധിക്കത്തില്ല, ഇന്ത്യയിലുള്ള ആക്സസ് കളഞ്ഞു എന്നാണ് പറയുന്നത്. റിമൂവ് ആക്കിയത്രേ. സൈബർ സെല്ലാണ് ഈ ഒരു പരിപാടി കാണിച്ചതെന്നാണ് പറയുന്നത്. പക്ഷെ പുറത്തുള്ളവർക്ക് പുള്ളിക്കാരൻ്റെ ഫേസ്ബുക്ക് പേജ് സെർച്ച് ചെയ്താൽ കിട്ടുമെന്നാണ് പറഞ്ഞത്. ഞാനിത് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കാണാൻ പറ്റുമായിരുന്നു. ഇനിയിപ്പോൾ തിരിച്ച് വന്നോ എന്നറിയത്തില്ല. എന്ത് കാരണത്താലായാലും ഇത് ചെയ്തത് തെറ്റാണ്. കേരള പോലീസിനെ കോടതി കയറ്റും. ഞാൻ എൻ്റെ വോയിസ് ഫേസ്ബുക്കിലൂടെയാണത്രേ ജനങ്ങളെ കേൾപ്പിക്കുന്നത്. അപ്പോൾ എൻ്റെ വോയിസ് ജനങ്ങൾ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടും എന്നെ തോൽപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു പരിപാടി കാണിച്ചതെന്നാണ് അഖിൽ മാരാർ പറയുന്നത്. അപ്പം അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് പുള്ളിക്കാരൻ ഇൻസ്റ്റഗ്രാമിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏതായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കേൾക്കാം. വർഷമായി ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എൻ്റെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് പേജ്, പല വിഷയങ്ങളുടെ സത്യാവസ്ഥകളും പല വിഷയങ്ങളും ഞാൻ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ ഫേസ്ബുക്ക് പേജിനെ ഈ പോലീസിനും സർക്കാരിനും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കുമൊക്കെ ഇത്രയേറെ ഭയമാണോ എന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്ത് അടിസ്ഥാനത്തിലാണ് എൻ്റെ പേജ് സൈബർ സെല്ലിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യിച്ചിട്ട് ഇന്ത്യയിൽ നിന്ന് എടുത്തു കളയാൻ വേണ്ടി ഇവർ ശ്രമിച്ചത്? ഇന്ത്യക്ക് പുറത്ത് എൻ്റെ പേജ് അവൈലബിൾ ആകുമ്പോൾ ഇന്ത്യക്കുള്ളിലുള്ള ജനത, പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള ജനത, ഇത് അറിയരുത്, അല്ലെങ്കിൽ ഞാൻ പറയുന്ന സത്യങ്ങൾ അറിയരുത് എന്ന് ഭയപ്പെട്ട് തൃക്കാക്കരയിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ മാറ്റങ്ങളുടെ അവസ്ഥകളിലെ തിരിച്ചറിഞ്ഞ യാഥാർത്ഥ്യം ഇന്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ട് പുള്ളി പറയുന്നത് പുള്ളിയെ പേടിയാണെന്നാണ്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അങ്ങനെ ആരും ഇയാളെ പേടിക്കേണ്ട കാര്യമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് പേടിക്കേണ്ട കാര്യങ്ങളൊന്നും പുള്ളി അതിനകത്ത് ഷെയർ ചെയ്തിട്ടില്ല. ഫേസ്ബുക്ക് പേജിലൂടെ കേരളത്തിലെ പോലീസുകാർ പേടിക്കേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊന്നും തന്നെ പുള്ളി ഷെയർ ചെയ്തിട്ടില്ല. മാത്രമല്ല, ഇലക്ഷൻ ദിവസം പുള്ളിയുടെ ഫേസ്ബുക്ക് പേജ് ബ്ലോക്ക് ചെയ്തിട്ട് എന്താണ് കാര്യം? അങ്ങനെ ബ്ലോക്ക് ചെയ്യാനായിരുന്നുണ്ടെങ്കിൽ ഇയാൾ ഇലക്ഷന് മത്സരിച്ച് വിജയിക്കും എന്നുള്ള പേടി കൊണ്ടാണത്രേ. ഒരു കാര്യം സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല, വല്ലാത്ത കോൺഫിഡൻസ് ആണ്. ഇലക്ഷന് ജയിക്കും എന്നുള്ള പൂർണ്ണ കോൺഫിഡൻസ് പുള്ളിക്കൊണ്ട്. അത് ഞാൻ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു. ഇങ്ങനെ കോൺഫിഡൻസ് കാണിക്കാനും വേണം ഒരു കോൺഫിഡൻസ്. അപ്പോൾ പുള്ളി പറയുന്നത് പ്രകാരം ഇലക്ഷന് ഇയാൾ മത്സരിച്ച് ജയിക്കും എന്നുള്ള പേടി കൊണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ ഇലക്ഷന് ഇയാൾ കാൻഡിഡേറ്റ് ആണ്, മത്സരാർത്ഥിയാണ് എന്നറിഞ്ഞപ്പോൾ തന്നെ ഫേസ്ബുക്ക് പേജ് റിമൂവ് ചെയ്യണമായിരുന്നല്ലോ. ഇത് ഇലക്ഷൻ്റെ ദിവസം റിമൂവ് ചെയ്തതുകൊണ്ട് എന്തെങ്കിലും വ്യത്യാസം വരുമോ? ഇയാൾക്ക് വോട്ട് ചെയ്യാനുള്ളവർ എന്തായാലും ഇയാൾക്ക് വോട്ട് ചെയ്യും. മാത്രമല്ല, പുള്ളിക്കാരന് ഇൻസ്റ്റഗ്രാം പേജുണ്ട്, യൂട്യൂബ് ഉണ്ട്. അതിലൂടെയൊക്കെ പുള്ളിക്കാരൻ്റെ വോയിസ് ഉയർത്താമല്ലോ. ആ പേജുകൾക്കൊന്നും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. അപ്പോൾ ഇതിന് പുറകിൽ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ടാവണ്ടേ? കാണും, ഉറപ്പായിട്ടും ഉണ്ടാകും. ഇതെല്ലാം കൂടെ കൂട്ടിവെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, പോലീസിന് ഭയം വരാനുള്ള കാരണം തൃക്കാക്കരയിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള റിയാലിറ്റി അറിയാവുന്നതുകൊണ്ടാണ്. ഞാൻ കേരള പോലീസിനെതിരെ ഹൈക്കോടതിയിൽ പോകും. യാതൊരു അടിസ്ഥാനവുമില്ലാതെ എൻ്റെ ഫേസ്ബുക്കിൻ്റെ കംപ്ലീറ്റ് പേജും നിങ്ങൾ റിമൂവ് ചെയ്യാൻ വേണ്ടി ചെയ്ത പരിപാടി ജനാധിപത്യ വിരുദ്ധമാണ്. ഈ രാജ്യത്തെ ഒരു പൗരന് അവൻ്റെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ പറയുന്ന അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഞാൻ പറയുന്ന വിയോജിപ്പ് രേഖപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയും. എൻ്റെ ഏതെങ്കിലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പോസ്റ്റിനെ ബന്ധപ്പെടുത്തി നിങ്ങൾ നിയമപരമായി പോകുന്നതിന് പകരം ഒരു ഫേസ്ബുക്ക് പേജ് തന്നെ എടുത്ത് കളഞ്ഞതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് എന്നെ പേടിച്ചിട്ടാണ്. നാണമില്ലേടാ നിനക്കൊക്കെ ഇങ്ങനെ ഭയപ്പെടാൻ എന്നത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇങ്ങനെ ഭയന്ന് നീയൊക്കെ എത്ര കാലം ജീവിക്കും? കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കുറേ സൈബർ അടിമകളെ വെച്ച് ആക്രമിക്കാൻ പറ്റുന്നതിൻ്റെ പരമാവധി ആക്രമിച്ചു. ഞാനിതൊന്നും മൈൻഡ് ചെയ്യാതെ ഞാൻ ആത്മാർത്ഥമായി തന്നെ ഞാൻ മുന്നോട്ട് പ്രവർത്തിച്ചു. എൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായി തൃക്കാക്കരയിലെ ജനത എൻ്റെ ഒപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് നീങ്ങി തുടങ്ങിയപ്പോൾ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് ഞാൻ പറയുന്ന യാഥാർത്ഥ്യങ്ങൾ സമൂഹത്തിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചെയ്ത നാറിയ പരിപാടി ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. നിങ്ങൾക്കെതിരെ ഈ രാജ്യത്ത് മറ്റൊരു നിയമ സംവിധാനം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏതറ്റം വരെയും ഞാൻ പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. എനിക്ക് എൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ഫേസ്ബുക്ക് പേജ് തുടങ്ങിയാലും ധാരാളമാണ്. പക്ഷേ ഈ കാണിച്ച തെമ്മാടിത്തരത്തിന് ഏതറ്റം വരെയുള്ള നിയമ ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു, ഒരു വ്യക്തിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ഇന്ത്യയിലുള്ള ഒരു പൗരൻ എന്നുള്ള രീതിയിൽ അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അഭിപ്രായങ്ങൾ തുറന്നു പറയാം, പ്രകടിപ്പിക്കാം, ഫേസ്ബുക്കിലൂടെ പോസ്റ്റുകൾ പങ്കുവെക്കാം, വീഡിയോസ് ഷെയർ ചെയ്യാം. അതിനെല്ലാമുള്ള അവകാശവും അധികാരവും റൈറ്റും പൂർണ്ണമായിട്ടും ആ വ്യക്തിക്കുണ്ട്.
അങ്ങനെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആരും ആയിക്കോട്ടെ, നമ്മുടെ മന്ത്രിമാരായിക്കോട്ടെ, നേതാക്കന്മാരായിക്കോട്ടെ, പോലീസുകാരായിക്കോട്ടെ, അധികാരത്തിലിരിക്കുന്ന ഏത് വ്യക്തി ആയിക്കോട്ടെ, നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള അവകാശം എല്ലാ മനുഷ്യർക്കുമുണ്ട്. അത് ഒരേപോലെയാണ്. അതിനകത്ത് കടന്നു കയറാനോ എതിർക്കാനോ ആർക്കും അവകാശമില്ല. പക്ഷേ ഒരു വിഷയമുള്ളത്, ഈ അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തി ഇതിനു മുമ്പ് ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെയും ഒക്കെ ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയാം. നമ്മുടെ വയനാട് ദുരിതബാധിതർക്ക് വേണ്ടിയിട്ട് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുത്ത ഫണ്ട്, അതിനകത്ത് ഒരുപാട് അഴിമതിയുണ്ട് എന്ന് പറഞ്ഞ് വലിയ വിവാദമാകുന്ന ഒരു പോസ്റ്റ് അഖിൽ മാരാറുടെ കയ്യിൽ നിന്ന് തന്നെ വന്നു. അഖിൽ മാരാർ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം, അങ്ങനെ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ആ ഒരു വിഷയം ഭയങ്കരമായിട്ട് ചർച്ചയായി, വലിയ വാർത്തകളായി. അത്രയും വലിയ ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യം പറഞ്ഞപ്പോൾ പോലും അഖിൽ മാരാറുടെ ഫേസ്ബുക്കാർ റിമൂവ് ചെയ്തിട്ടില്ലല്ലോ. മാത്രമല്ല, നമ്മുടെ ഇന്ത്യ ഒരു വലിയ ക്രൈസിസിൽ കടന്നുപോയ സമയത്ത്, നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത്, ആ സമയത്ത് നമ്മുടെ രാജ്യത്തിന് എതിരായിട്ട് പുള്ളിക്കാരൻ സംസാരിച്ചിട്ടുണ്ട്. 1-2 വാക്കുകൾ പുള്ളിക്കാരൻ്റെ വായിൽ നിന്ന് വീഴുകയും അത് തെറ്റായി പോവുകയും വലിയ രീതിയിലുള്ള സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിട്ട് മാറുകയും ചെയ്തായിരുന്നു. അന്നും പുള്ളിക്കാരൻ്റെ ഫേസ്ബുക്കിന് ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല. അപ്പം പുള്ളിക്കാരൻ എന്തൊക്കെയോ കൂടുതൽ തെറ്റ് ചെയ്തിട്ടായിരിക്കുമല്ലോ ഇത് റിമൂവ് ചെയ്തത്. നമുക്കിപ്പം സൈബർ സെല്ലിനായിക്കോട്ടെ, ആർക്കായിക്കോട്ടെ, ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പേജ് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വ്യക്തമായ കാരണം കാണിക്കണം. കാരണമില്ലാതെ ഒരിക്കലും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പോൾ എന്തെങ്കിലും വ്യക്തമായ കാരണം ഉണ്ടാകും. ജനങ്ങൾ അറിയാത്ത, ജനങ്ങളോട് തുറന്നു പറയാത്ത എന്തെങ്കിലും വ്യക്തമായ കാരണമുണ്ടാകും. എന്തെങ്കിലും കേസ് ഉണ്ടാകും, അല്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കേസ് കൊടുത്തിട്ടുണ്ടാകും. അല്ലാതെ ഒരാൾക്കും, അതായത് ഇപ്പോൾ കേരള പോലീസിനല്ല, സൈബർ സെല്ലിനല്ല, അല്ലാതെ ഒരാൾക്കും അതിനകത്തേക്ക് ഇടിച്ചു കയറി ഒരാളുടെ ഫേസ്ബുക്കൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് എൻ്റെ അറിവ്. നമ്മുടെ രാജ്യത്തുള്ള നിയമങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരാളുടെ ഫേസ്ബുക്ക് പേജ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ അയാൾ എന്തെങ്കിലും തെറ്റായിട്ട് ആ ഫേസ്ബുക്ക് പേജിലൂടെ കാണിച്ചിട്ടുണ്ടാകും, അല്ലെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്തിട്ടുണ്ടാകും, പങ്കുവെച്ചിട്ടുണ്ടാകും. ഇപ്പം ഞാൻ ആ പോസ്റ്റുകൾ നോക്കിയപ്പോൾ അങ്ങനെ വലിയ മാരകമായ കുറ്റങ്ങളുള്ള അല്ലെങ്കിൽ തെറ്റുകളുള്ള പോസ്റ്റുകളൊന്നും തന്നെ പുള്ളിക്കാരൻ്റെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടില്ല. ഇനി എന്താണ് അയാൾ അതിലൂടെ കാണിച്ചത് എന്നുള്ളത് ഇനി പിന്നാലെ വാർത്ത വരികയോ കേസുകൾ വല്ലതും വരികയോ ചെയ്തെങ്കിൽ മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറിയതാണെന്നുണ്ടെങ്കിൽ മനഃപൂർവ്വം അയാളെ തകർക്കാൻ വേണ്ടിയിട്ട്, മനഃപൂർവ്വം അയാൾ പറയുന്നത് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അനാവശ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി കാണിച്ചത് എന്നുണ്ടെങ്കിൽ അയാൾക്ക് നീതി കിട്ടണം. ഇപ്പം നമ്മൾ തെറ്റ് ആരുടെ ഭാഗത്താണോ, ന്യായം ആരുടെ ഭാഗത്താണോ അവരുടെ കൂടെ നിൽക്കണം. പിന്നെ പുള്ളിക്കാരൻ ഈ നിലപാടിൻ്റെ കാര്യവും അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യവും ഒക്കെ പറഞ്ഞല്ലോ. പുള്ളിക്കാരൻ്റെ കാര്യത്തിൽ മാത്രമേ ഈ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളൂ. മറ്റൊരു വ്യക്തി ഇയാളെ വിമർശിക്കുകയോ അയാളുടെ അഭിപ്രായം പറയുകയോ പങ്കുവെക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇയാൾ ഇങ്ങനെയല്ലല്ലോ അതിനെ കാണുന്നത്. ഇപ്പം ഒരു ഉദാഹരണം പറയാം. ഞാനെന്ന വ്യക്തി അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റിയിട്ടുള്ള അഭിപ്രായം പങ്കുവെക്കുന്നു. അഖിൽ മാരാർ എങ്ങനെയായിരിക്കും അതിനെ നോക്കി കാണുന്നത്? അയാൾക്കെതിരെ ആക്രോശിക്കുന്നു, അയാൾക്കെതിരെ സൈബർ അറ്റാക്ക് നടത്തുന്നു, ആ രീതിയിലായിരിക്കുമല്ലോ. ഇത് സൈബർ അറ്റാക്ക് അല്ല. അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രവൃത്തി, അയാൾ കാണിക്കുന്ന നിലപാടുകൾ, എടുക്കുന്ന നിലപാടുകൾ, പറയുന്ന നിലപാടുകൾ, അതിനെ പറ്റിയിട്ടൊക്കെ എതിർത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ അതും അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. നമ്മളെല്ലാവരും ചെയ്യുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യമാണ് എന്ന് മനസ്സിലാക്കാം. അപ്പം സ്വന്തം കാര്യത്തിൽ മാത്രമല്ല ഈ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളത്, എല്ലാ മനുഷ്യന്മാരുടെ കാര്യത്തിലും ഇങ്ങനെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അത് മാനിക്കുക. പുള്ളിക്കാരൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ അഭിപ്രായ സ്വാതന്ത്ര്യവും എല്ലാം. ഇനി പുള്ളി ചെയ്ത സിനിമയെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു വിമർശനം നടത്തിയേ, അപ്പോഴും അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ പെടുത്തില്ല. അതെന്താണെന്നാണ് മനസ്സിലാകാത്തത്. താങ്കൾക്ക് മാത്രമല്ല വോയിസ് ഉള്ളത്, എല്ലാ മനുഷ്യന്മാർക്കും വോയിസ് ഉണ്ട്. പിന്നെ നിലപാടുകളില്ലാതെ പല നിലപാടുകൾ പറയുകയും ഇപ്പം പറഞ്ഞത് ഒരു സെക്കൻഡുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു നിമിഷത്തിനുള്ളിൽ അത് മാറ്റി പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജനങ്ങൾ അതിനെ വിമർശിക്കും. താങ്കളുടെ പ്രവൃത്തി കൊണ്ടാണ് ജനങ്ങൾ വിമർശിക്കുന്നത്. ഈ നാട്ടിൽ അനാവശ്യമായിട്ട് നിലപാടുകൾ മാറ്റി പറയാത്ത ആൾക്കാരെ ഒന്നും തന്നെ ആരും പോയി വിമർശിക്കാറില്ല, ആരും പോയി അങ്ങോട്ട് പോയി കളിയാക്കാറില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. താങ്കളെ വിമർശിക്കുമ്പോഴൊക്കെ താങ്കൾ പറഞ്ഞിട്ടുള്ള പല നിലപാടുകളും എടുത്തിട്ടിട്ടാണ് താങ്കളെ വിമർശിക്കുന്നത്. ഇതിനു മുമ്പുള്ള കാര്യങ്ങളും ഇതിനു മുമ്പ് താങ്കൾ ഫേസ്ബുക്കിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ വന്ന് ഷെയർ ചെയ്യുകയും താങ്കൾ പറഞ്ഞ പോലെ ബിഗ് ബോസിൽ പങ്കെടുക്കുമ്പോൾ താങ്കൾ പറഞ്ഞ നിലപാടുകളൊക്കെ എടുത്തിട്ടാണ് താങ്കളെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്കളുടെ വായിൽ നിന്ന് വീണ വർത്തമാനങ്ങളും താങ്കളുടെ വായിൽ നിന്ന് വന്ന കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് താങ്കളെ ആൾക്കാർ ട്രോളുന്നതും വിമർശിക്കുന്നതും. നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളതുപോലെ മറ്റുള്ളവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്നത് മാനിക്കുക.
പിന്നെ ഈ പറഞ്ഞതുപോലെ ഇയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണ് റിമൂവ് ചെയ്തത്, അത് നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഒരു കാരണമില്ലാതെ റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിനെക്കാട്ടി വലിയ സംഭവം ഉണ്ടായിട്ട് ഇയാളെ പേടിച്ചിട്ടായിരുന്നുണ്ടെങ്കിൽ അന്നേ റിമൂവ് ചെയ്യാമായിരുന്നല്ലോ. അപ്പോൾ അതല്ല സംഭവം. ഒന്നെങ്കിൽ എന്തെങ്കിലും വ്യക്തമായ റീസൺ അതിന് പിന്നിൽ കാണും. അതല്ല മനഃപൂർവ്വം അന്യായമായിട്ട് ഇയാൾക്കെതിരെ അങ്ങനെ ഒരു മൂവ് ആരെങ്കിലും നടത്തിയതാണെന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. എല്ലാ മനുഷ്യർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അത് ഫേസ്ബുക്കിലൂടെയും ഒക്കെ തന്നെ ഷെയർ ചെയ്യാനുള്ള അവകാശവും എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട്.